ആ ആ ഫോട്ടോ ഇല്ലേ, അതിന്റെ അത്രയും ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ഫോട്ടോ എന്റെ ഹെവനിൽ വേറെ ഇല്ല ഗൈസ്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ്. എന്നാലും ഞാൻ പറയാം, ഞാൻ അത് കാണിക്കാം. ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ഫോട്ടോ എനിക്ക് ആരും ഇതുവരെ ഗിഫ്റ്റ് തന്നിട്ടില്ല. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇത് കണ്ട, ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ഫോട്ടോ എനിക്ക് ആരും തന്നിട്ടില്ല. ഇത്രയും ഇതുള്ള അതിന്റെ ഡീറ്റെയിലിംഗ്സ് ഒക്കെ നോക്ക്. ഇത് വരച്ചത് 2023 ഇത് 2023 എന്തോ വരച്ചാണ് പുള്ളി. എനിക്ക് ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള വേറൊരു ഫോട്ടോ എന്റെ ഈ ഗെയിമിംഗ് റൂമിൽ ഒരുപാട് ഫ്രെയിംസ് ഇരിപ്പുണ്ട്. പക്ഷെ ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള വേറൊരു ഫോട്ടോ ഇല്ല. അത് ഞാൻ എന്തായാലും പറയാം. അന്ന് ഇത് കൊണ്ട് വന്നപ്പോ തന്നെ ഞാൻ ഇംപ്രസ്ഡ് ആയതാണ്. അയ്യേ, അതിന് നീ എന്ത് കൊടുത്തെന്ന് ഞാൻ നിന്റെ വണ്ടി കൊടുത്തു. നിന്നെ ബോധിപ്പിക്കണമല്ലോ. ഞാൻ നിന്നെ ബോധിപ്പിക്കണമല്ലോ. ചെയ്തു തരുന്ന ആൾക്കാർക്ക് അറിയാം. എന്തൊക്കെ നമ്മൾക്ക് അറിയണം. അവന്മാർക്ക് എന്തൊക്കെ എങ്ങനെ കാണിക്കേ ഡീസന്റ് ആയ ഞാൻ അൺസീൻ ട്രിഗർ ആനന്ദ തൈലം ഉപയോഗിക്കുന്നത് കൊണ്ടേ ഞാൻ അധികം ട്രിഗർ ആവൂല ഇപ്പൊ. അൺസീൻ വീഡിയോ ഓഫ് ലാലേട്ടൻ ഗിവിംഗ് ഗോൾസ് ടു ന്യൂസ് ചാനൽ ടുഡേ. അയ്യോ, ഇൻസ്റ്റാഗ്രാം തുറന്നു ഇത് മാത്രമേ ഉള്ളൂ. ഹലോ, ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞോളാം. ഓടാന്നോ? ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ തൊണ്ട. എടാ, എല്ലാ വീഡിയോ ചാനലിലും വിളിച്ചാ പുള്ളി. അത് പടത്തിന് പ്രൊമോഷൻ വല്ലതും ആണോടാ? അല്ല, അങ്ങനെ വിഷു സമയത്ത് എല്ലാരും വിളിക്കുവോ? എല്ലാ ചാനലുകാരെയും വളരെ മോശമായി പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ മോശമായി പോയി. എന്നിട്ട് വിളിച്ച് സോറി പറഞ്ഞേക്കാം. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ കേന്ദ്രൻ. ഇപ്പോഴേ ഒരാൾ വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയാം? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തൊണ്ടാടാ, തൊണ്ട. ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു. എന്തൊരാശ്വാസം. അത് മറ്റേ ഇല്ലേ കുഞ്ചാക്കോന്റെ സിനിമയുടെ അതിന്റെ ഇത് പ്രൊമോഷന്റെ അത് കണ്ടായിരുന്നോ? ഇല്ല, അത് കണ്ടില്ല. പ്രൊമോഷന്റെ അതിന്റെ ഉണ്ടായിരുന്നു. സ്നൈപ്പ് ചൂട് മതാര സാവേജ്. നിന്റെ കാഞ്ഞിരപ്പള്ളി വെള്ളത്തിലൊന്നും അവിടെ വർക്കൗട്ട് ആവൂല മോനെ കഞ്ഞി കുഞ്ഞേ. കാഞ്ഞിരപ്പള്ളിയിൽ എന്തും കളയും. ഹലോ മധുരക്കനി, ഫേക്ക് സിഗ്മ പുണ്ടല്ലേ ഈ അടിക്കുന്നത്. ഇവൻ എന്നിട്ട് എന്റെ കൂടെ വരുമ്പോഴേ വലിയ ഡയലോഗ് ഒക്കെ അടിക്കും കേട്ടാ. എനിക്ക് എന്നുവെച്ചാ ഇപ്പൊ ഈ കൊച്ചെടുത്ത് ഒരു ദിവസം പണയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാണ് ആ പെണ്ണുങ്ങളൊക്കെ. എന്നിട്ട് 2 ദിവസം സിറ്റിയിൽ ആരെങ്കിലും പിടിച്ച് തല്ലും. എന്നിട്ട് 3-ാമത്തെ ദിവസം സിറ്റുവേഷൻ ഒന്ന് ഒതുങ്ങുമ്പോ പിന്നെയും പോവും. കീരിയാടാ നീ. മറ്റു സുന്ദരിമാരോട് പിണങ്ങൂല്ലേ? എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ. ഈ പാരച്യൂട്ടിനകത്ത് ഇരുത്തിക്കൊണ്ട് പറത്തിയത് ഈ കീരി ഒരു 6 വർഷം മുമ്പ് നിമ്മുവിനെയും കൊണ്ട് പോയത്. നിമ്മുക്കുട്ടി അതിനെയും കൊണ്ട് പോയതാണ്. മനസ്സിലായ? ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതുവരെ ഇല്ലാത്ത പുതിയൊരു ത്രില്ല. ഓക്കേ, സന്തോഷം.